ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ അന്വേഷണം ഹൈദരാബാദിലേക്ക് വ്യാപിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഹൈദരാബാദിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയ സുഹൃത്ത് നാഗേഷുമായി ചേർന്ന് സ്വർണം തട്ടിയെടുത്തുവെന്നാണ് SIT വിലയിരുത്തൽ. അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ S. വെങ്കിടേഷ് നാളെ ശബരിമലയിൽ എത്തുന്നുണ്ട്. S. ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സംഘത്തിന്റെയും വഴിയെ തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘവും സഞ്ചരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. ആ രീതിയിൽ അന്വേഷണം വ്യാപിപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് അന്വേഷണം ഹൈദരാബാദിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഹൈദരാബാദിൽ പ്രധാനമായും നാഗേഷ് എന്ന് പറയുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അന്വേഷണ സംഘം ഉടൻ തന്നെ ഹൈദരാബാദിലേക്ക് എത്തുകയും ചെയ്യും. പ്രധാനമായും ശബരിമലയിൽ നിന്നും 2019 ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോകുമ്പോൾ ആദ്യം അത് എത്തിക്കുന്നത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ എത്തിച്ചതിനു ശേഷം അവിടെ വെച്ച് ഈ പാളിയിലെ സ്വർണ്ണങ്ങൾ ഉരുക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്നും നേരെ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നു. ഹൈദരാബാദിൽ എത്തിച്ചതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് കൂടിയായിട്ടുള്ള നാഗേഷിന്റെ വീട്ടിലാണ് ഈ സ്വർണ്ണപ്പാളികൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് എന്തെങ്കിലും തരത്തിലുള്ള തിരിമറികൾ നടന്നിട്ടുണ്ടോ, ഈ സ്വർണ്ണപ്പാളികൾ അവിടെ വെച്ച് മറച്ചുവിട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘം. ഇതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ നാഗേഷിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കവും പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ഇതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയിലുള്ള നിരീക്ഷണം അത് അന്വേഷണ സംഘം കർശനമാക്കിയിട്ടുണ്ട്, നിരീക്ഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും അവർ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അതിനൊപ്പം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികളുടെ ഭാഗമായി നാളെ അന്വേഷണ സംഘത്തിന്റെ തലവൻ കൂടിയായിട്ടുള്ള ADGP H. വെങ്കടേഷ് അദ്ദേഹം ശബരിമലയിൽ എത്തുന്നുണ്ട്. ശബരിമലയിൽ എത്തിയതിനു ശേഷം SITയുടെ പ്രത്യേക യോഗം അവിടെ ചേരും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലുള്ള നടപടികൾ ഇതുവരെയുള്ള SITയുടെ പ്രവർത്തനം, അതോടൊപ്പം തന്നെ തുടർന്നുള്ള പ്രവർത്തനം, തുടർന്ന് ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, മറ്റെവിടെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട്, കൂടുതൽ പേരെ പ്രതിപട്ടിക ിലേക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പ്രാരംഭഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ അന്വേഷണ സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ശബരിമല സന്നിധാനത്തും അന്വേഷണ സംഘം എത്തിയിരുന്നു. അവിടെ നിന്നും ശേഖരിക്കേണ്ട വിവരങ്ങൾ, തെളിവുകളൊക്കെ അന്വേഷണ സംഘം ഇതിനകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വേഗത്തിൽ തന്നെ ഇനി പ്രതിപട്ടികയിലുള്ളവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് കൂടി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ നോട്ടീസ് ലഭിച്ച് ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ.